കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മയിലാടുംപാറയിൽ പാറ ഖനനം ആരംഭിക്കാനുള്ള ക്വാറി മാഫിയയുടെ നീക്കത്തിനെതിരെ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ഉദ്ഘാടനം ചെയ്തു. മാറാടി പഞ്ചായത്തിലെ മയിലാടുംപാറയിൽ പാടഖനനം ആരംഭിക്കാനുള്ള ക്വാറി മാഫിയയുടെ നീക്കത്തിനെതിരെ മയിലാടുംപാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സമരപരിപാടികളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കായനാട് മരോട്ടിച്ചോട്ടിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ AIYF സംസ്ഥാന പ്രസിഡന്റും പരിസ്ഥിതി സംരക്ഷണത്തിന് നേതൃത്വം നൽകിവരുന്ന N. അരുൺ ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലം മുമ്പത്തെ സമരം, ആ സമരവും ഉദ്ഘാടനം ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. ഇതുപോലെ അന്ന് ഞാൻ ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അന്നും സമാനമായ ആശങ്കകൾ നാട്ടുകാരും ചില സുഹൃത്തുക്കളുമൊക്കെ പങ്കുവച്ചിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആശങ്കപ്പെട്ടത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നുള്ളത് ഞാൻ പ്രിയ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയാണ്. ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. നമ്മൾ ഇത്തരത്തിൽ ജനകീയ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും പാരിസ്ഥിതിക വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരോ ജനങ്ങളോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള ഏറ്റവും മികവാർന്ന നിലവാരത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ അവരെയൊക്കെ പൊതുവെ വിളിക്കാറുള്ളത് വികസന വിരോധികൾ എന്നാണ് ആദ്യഘട്ടത്തിൽ. പിന്നീട് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി സമരസമിതി രൂപീകരിക്കുന്നവർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കാണാറുണ്ട്. പല സമരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല വിശേഷണങ്ങൾക്കും പാത്രമായ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, പാരിസ്ഥിതിക മേഖലയെ തകർക്കുന്ന, നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന ഏത് പ്രക്രിയയും വികസനത്തിന്റെ പേര് വിളിച്ച് വെളുപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അതിനോട് സന്ധി ചെയ്യുവാൻ നമ്മൾ തയ്യാറല്ല എന്ന ഉറച്ച ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. മയിലാടുംപാറ സംരക്ഷണ സമിതി പ്രസിഡന്റ് എബ്രഹാം സ്കാറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകനും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TM ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി. മയിലാടുംപാറ സംരക്ഷണ സമിതി സെക്രട്ടറി TB പൊന്നപ്പൻ, പോൾ പൂമറ്റം, KK ഭാസ്കരൻ, സുജീഷ് പുളിക്കൽ, ബൻസി മണിത്തോട്ടം, KP സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അപൂർവ ജീവജാലങ്ങളും സ്വാഭാവിക വനവും നിറഞ്ഞ മയിലാടുംപാറയിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിയ പാടഖനനം ആരംഭിക്കാനുള്ള ക്വാറി മാഫിയയുടെ നീക്കത്തിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് മയിലാടുംപാറ സംരക്ഷണ സമിതി എന്ന പേരിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത്. ലക്ഷക്കണക്കിന് ഘനമീറ്റർ ജലം ഉൾക്കൊള്ളുന്ന ടാങ്ക് പോലെയുള്ള ഈ പാറമട പൊട്ടിയാൽ ചൂരൽമല പോലെ വലിയ ദുരന്തം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് സംരക്ഷണ സമിതി പ്രസിഡന്റ് എബ്രഹാം സ്കറിയ പറഞ്ഞു. കുറേ കാലങ്ങളായിട്ട് ഏതാണ്ട് 10 വർഷത്തോളം ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് കുറേ സൈഡുകളിൽ മണ്ണൊക്കെ ഇടിച്ചിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ മർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലിറ്റർ ഉണ്ടെന്ന് കണക്കൂട്ടാൻ പറ്റില്ല. ഇതിനോട് നമുക്ക് അവിടെ കാണുന്ന വേലി എന്ന് പറയുന്നത് മറ്റേ മയിലാടുംപാറയുടെ ബൗണ്ടറിയാണ്. ആ മയിലാടുംപാറ അതിനകത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതോടൊപ്പം അത് അറ്റാച്ച് ചെയ്യും. ഈ 500 മീറ്ററോടുകൂടി ഒരു കിലോമീറ്ററോളം നീളം വരുമ്പോൾ ഈ 1.5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ വെള്ളം 1.5 കിലോമീറ്റർ നീളത്തിലും 500 മീറ്റർ വീതിയിലും ഏകദേശം 500 മീറ്റർ താഴ്ചയിലും കിടക്കുന്ന വെള്ളത്തിൻ്റെ ഖനം, അതൊരു പ്രകമ്പനം ഉണ്ടായാൽ ഈ സംഭവം പൊട്ടുമെന്നുള്ള തീർച്ചയാണ്. അപ്പോൾ അത് നമ്മൾ താഴത്തേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ ഏകദേശം 60 ഡിഗ്രി ചെറിയ കിടക്കുന്ന മലയാണ്. ആ കാണുന്ന ഭാഗം കളിമണ്ണാണ്, അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ കളിമണ്ണൊക്കെ നമ്മൾ ഇന്നാളത്തെ മഴയത്ത് ഇടിഞ്ഞതാണത്. ഇതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴ ഇടിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒരു പ്രകമ്പനം അപ്പുറത്ത് മടയങ്ങടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രകമ്പനത്തിൽ പൊട്ടിക്കഴിഞ്ഞാൽ താഴെ നേഴ്സറി മുതൽ അംഗനവാടി മുതൽ 250 കുടുംബക്കാർ താമസിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശം മുഴുവൻ നമ്മുടെ മാറാടി പഞ്ചായത്തിൻ്റെ മാപ്പിൽ നിന്ന് തന്നെ ഇല്ലാതെ പോകും. വയനാട് എന്ന് പറഞ്ഞ കാണുന്ന ദേശം മാറാടി പഞ്ചായത്തിൻ്റെ മാപ്പിൽ നിന്ന് അവശേഷിക്കാൻ പോകുന്ന ഒരു ഇതാണ് ഏക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ മയിലാടുംപാറ അത് ഒരു പ്രകൃതി സൗന്ദര്യമായിരുന്നു, അത് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇനി ഞങ്ങളത് നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് എത്ര വില കൊടുത്തും ഞങ്ങൾ തടയും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മയിലാടുംമലയിൽ പാടഖനനത്തിന് അനുമതി നൽകരുതെന്ന് ആക്ഷൻ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു.
ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.